ഹരേ കൃഷ്ണ. ഓം ഗുരുഭ്യോ നമ. ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം അധ്യായത്തിൽ 42 വരികൾ. യതോ യതോദാവതി ദൈവചോദിതം മനോവികാരാത്മകമാപഞ്ചസു ഗുണേഷു മായാരജിതേഷു ദേഹ്യസൗ പ്രബദ്ധ്യമാന സഹദേന ജയതേ. അതിനർത്ഥം കർമ്മങ്ങൾ പലതരത്തിലാണ്. അതനുസരിച്ച് ബഹുവിചിത്രങ്ങളായിരിക്കുന്ന ശരീരങ്ങളെ എടുക്കേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു വിശേഷ ശരീരം സിദ്ധിക്കാൻ കാരണം എന്തെന്ന് ഈ ശ്ലോകം കൊണ്ട് പറയുന്നുണ്ട്. പഞ്ചഭൂതങ്ങളെ കൊണ്ട് മായയാൽ പല ശരീരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. താൻ ചെയ്യുന്ന ഓരോവിധ കർമ്മങ്ങൾ മനസ്സിനെ ഓരോ സമയത്തും ഓരോ വിധമാക്കുന്നു. അതിനാൽ മനസ്സിൻ്റെ സ്ഥിതി എപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കും. മനസ്സ് ഏതുവിധം കർമ്മത്തിന് അതീതമായി ഭവിക്കുന്നുവോ ആ കർമ്മഫലത്തെ അനുഭവിക്കാൻ ഉപകരിക്കുന്ന ശരീരത്തെ മനസ്സ് സൃഷ്ടിക്കുന്നു. തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ശരീരം തൻ്റെ മുൻഭാഗത്ത് നിൽക്കുന്നത് പ്രത്യക്ഷമായി കാണുന്നു. ഉടനെ ദേഹി ആ മനസ്സാകുന്ന ശരീരത്തിൽ പ്രവേശിക്കുന്നു. പിന്നെ പൂർവ്വ ശരീര സ്മൃതി തീരെ ഉണ്ടാകുകയില്ല. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. മനസ്സ് ഏത് ദേഹത്തിന് സ്വീകരിക്കുന്നു അതാണ് ദേഹം. അപ്പോൾ മുൻപുണ്ടായിരുന്ന ഒരു കാര്യങ്ങളും ഓർമ്മയുണ്ടാവില്ല. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.